എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിക്കുന്ന നന്ദയെ നന്ദ ഗാഥയെക്കുറിച്ചുള്ള വലിയ സത്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. അപ്പം മഹേശ്വരൻ അച്ഛനുമായിട്ടുള്ള ബന്ധം എന്താണ് അതറിയണം. അതിനു വേണ്ടിയിട്ട് ഗാഥയെക്കുറിച്ച് കൂടുതൽ അറിയണം. അതൊക്കെ അറിയാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയും അതോടൊപ്പം തന്നെ പിങ്കി ചില ഗൂഢതന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടത് ബാലാജിയെ കുറിച്ചുള്ള ആ വലിയ സത്യങ്ങളൊക്കെ നന്ദ അറിയുന്നുണ്ടായിരുന്നു. അവനൊരു കൊടും ക്രിമിനലാന്നാ മിഥുൻ പറഞ്ഞത്. ഇതിനു മുമ്പ് കുറെ കൊലക്കുറ്റമൊക്കെ ചെയ്ത് ജയിലിൽ പോയി കിടന്ന അവനെതിരെ ശബ്ദിക്കാൻ ആരും ഭയക്കും. അപ്പൊ ഗാഥനെ പിടിച്ചോണ്ട് പോയത് അവനെതിരെ സാക്ഷി കൊടുത്തേന്. മൂന്നാം സാക്ഷിയാണ് ഒരു കുഞ്ഞിനെ, ഒരു പിഞ്ചു ബാലികയെ ഇല്ലാതാക്കിയതില് മൂന്നാം സാക്ഷിയാണ് ഗാഥ. അപ്പൊ ഗാഥനെ ഇല്ലാതാക്കാനായിട്ട് അവന് പറ്റില്ല. പക്ഷെ അവള് ഒരിക്കലും അയാൾക്കെതിരെ മൊഴി കൊടുക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് അവളെ പിടിച്ചോണ്ട് പോയെന്നൊക്കെ പറയുക. ഇത് നന്ദയ്ക്ക് വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. അതിനേക്കാൾ ഉപരി നന്ദയെ ഞെട്ടിച്ച മറ്റൊരു കാര്യം, ഗാഥ എന്ന് പറയുന്ന പെൺകുട്ടി നന്ദയുടെ അച്ഛൻ മഹേശ്വരൻ പോകുന്ന ആ വീട്ടിലെ പെൺകുട്ടിയാണെന്നറിയുക. പിന്നെ നന്ദയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. എങ്ങനെ ആ പെൺകുട്ടിയെ രക്ഷിക്കണമെന്നൊരു ചിന്ത ഉള്ളിലുണ്ടാവുന്നുണ്ട്. ബാലാജിയുടെ പിടിയിൽ നിന്ന് അവളെ രക്ഷിച്ചേ പറ്റുള്ളൂ. അവൾ ആരാണ് എന്താണെന്നും കൂടുതൽ അറിയത്തില്ല. മിഥുനെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. മഹേശൻ ആ വീട്ടിൽ പോവാറുണ്ട്. ഒരു അമ്മയും മോളും മാത്രം താമസം എന്ന് പറഞ്ഞ്. പിന്നീട് നന്ദ ചോദിച്ചു, അല്ല എനിക്ക് ആ വീടൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കണം. അത് പിന്നെ ഞാൻ ഇപ്പൊ വേണ്ട, കാരണം ഇപ്പൊ പോയിട്ടുണ്ടെങ്കിൽ വീട്ടിലെല്ലാരും അറിയും, റിസോർട്ടിൽ എല്ലാവരും ഉണ്ട്. ഒരു കാര്യം ചെയ്യാം ഇതിനെ, ഞാൻ നിന്നോട് പറയാൻ വരേണ്ട സമയം പറയാം. ആ സമയത്ത് നീ വന്നാൽ മതി. എനിക്ക് ആ വീടൊന്ന് കാണണം, എനിക്ക് അവരെ കാണണം എന്ന് പറയാം. നന്ദ അത് വല്ല പ്രശ്നമാവെന്ന് ചോദിക്കണ്ട. അതൊന്നും പേടിക്കണ്ട, നീ ധൈര്യമായിട്ടിരിക്കെ, ഞാൻ പൊക്കോളാം, എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു പറയാം. പക്ഷെ മിഥുന് നല്ല ഭയം ഉണ്ടായിരുന്നു. മിഥുൻ പറഞ്ഞ് ബാലാജിയോടെ കളിച്ചിരിക്കുന്നത് സൂക്ഷിക്കണം നന്ദ, അയാൾ എന്ത് ചെയ്യാനും മടിക്കാത്തവനാ, കൊടും ക്രിമിനലാന്ന് പറയാ. ഇനി ഇവിടുന്ന് നീ നാട്ടിലേക്ക് പോണെങ്കിൽ പോലും ഒരു പക്ഷെ അതിനു മുമ്പ് അയാൾ എന്തെങ്കിലും ചെയ്യുമോന്ന് പറയാൻ പറ്റില്ല. നീ രാത്രി തന്നെ മടങ്ങി പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയാ. പക്ഷെ നന്ദ അതിനൊന്നും കൂട്ടാക്കുന്നില്ല. നന്ദ പറഞ്ഞ് ഞാൻ മടങ്ങിപ്പോവാനാ, അതൊരു കാരണവശാലും നടക്കില്ല. അങ്ങനെ തോറ്റ് പിന്മാറുന്നവളല്ല ഞാൻ, ഒന്നല്ലല്ലേ ACPയുടെ ഭാര്യയല്ലേ, അതിൻ്റെതായ ധൈര്യമൊക്കെ ഞാൻ കാണിക്കണ്ടേ. ഒരു ഗുണ്ടയുടെ മുന്നിൽ തോറ്റ് ഓടാൻ പറ്റുമെന്ന് ചോദിക്കണം. ഞാൻ പറയാനുള്ള പറഞ്ഞു കേട്ടോ, സൂക്ഷിക്കണം നല്ലതെന്ന് പറയണം. പിന്നീട് നന്ദ വീട്ടിലേക്ക് ചെല്ലുവാണ്. പക്ഷെ നന്ദയുടെ ഉള്ളിൽ വല്ലാത്ത ടെൻഷനായിരുന്നു. എന്നാലും അച്ഛനുമായിട്ടുള്ള അവരുടെ ബന്ധം എന്തായിരിക്കും? ഈ സമയത്ത് വാവച്ചൻ മഹേശനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. പിന്നീട് മഹേശനോട് വാവച്ചൻ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വഴിക്ക് വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ, ഇന്ന് ഗാഥേനെ നന്ദ രക്ഷിച്ച കാര്യങ്ങളൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മഹേശ്വരൻ ഒരു ഞെട്ടലാണ് ഉണ്ടായത്. മഹേശ്വരൻ പറഞ്ഞു, എന്നിട്ട് സംഭവിച്ചു? ഗാഥ ആരാന്നും വല്ലതും മറ്റോ അറിഞ്ഞോ? നന്ദ അതിനെക്കുറിച്ച് വല്ല അന്വേഷിച്ചോ എന്ന് ചോദിക്കണം. ഇല്ല, അതിനെക്കുറിച്ചൊന്നും നന്ദമോൾക്ക് അറിയില്ലാന്ന് തോന്നേ. അതിനെക്കുറിച്ചൊന്നും ചോദിച്ചു കേട്ടില്ല. രക്ഷിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ബാലാജിയോടെ ഏറ്റുമുട്ടിയിരിക്കുന്നത് അതിന് 2ാം തവണ. അവൻ ഇനി വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാം. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ആകെപ്പാടെ ഇതായ പ്രശ്നമായല്ലോ. വാവച്ചൻ പറയും, എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവനെപ്പോലെ ഒരു കൊടും ക്രിമിനലാ, അവൻ എന്തൊക്കെ കാണിച്ചു കൂട്ടെന്ന് പറയാൻ പറ്റില്ലെന്ന് പറയണം. ഈ സമയത്ത് നന്ദ ഇങ്ങനെ മുറിയിൽ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എങ്ങനെ ഗാഥയുടെ വീട്ടിലേക്ക് പോകും? എന്തെങ്കിലും തന്ത്രം ഒപ്പിച്ചേ പറ്റുള്ളൂ, അല്ലാതെ തനിക്ക് തന്നെ പോകാൻ പറ്റില്ല. ഇവരുടെ എല്ലാം കണ്ണു വെട്ടിച്ച് പോണെങ്കിൽ ഇവരുടെ എല്ലാം മുന്നിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞേ പറ്റുള്ളൂ. ഇവരെല്ലാം ഒന്ന് പറ്റിക്കണം. പറ്റിച്ചാൽ മാത്രമേ തനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, ഗാഥയുടെ അടുത്തെത്താൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരോടും എന്തൊരു കാരണം പറയും? അങ്ങനെ നന്ദ ആലോചിച്ചിരുന്ന് കാരണം കണ്ടെത്തണം. പനിയാന്ന് പറഞ്ഞാലോ, പനി പിടിച്ചെന്ന് പറഞ്ഞപ്പോ ഇവരെല്ലാം കാണും, ചുറ്റി നടന്ന് കാണാനായിട്ട് പോകും. ആ സമയത്ത് താൻ കൂടെ പോണ്ട, പനിയാന്ന് പറഞ്ഞ് ഇവിടെ കിടക്കാം, അതാ ഏറ്റവും നല്ല മാർഗം. അതിനുശേഷം മിഥുനെ വിളിച്ചിട്ട് പോകാം, ആ ഒരു ചിന്തയായിരുന്നു നന്ദയുടെ ഉള്ളിലുണ്ടായിരുന്നേ. പിന്നെ നന്ദയെടുത്ത് ഗൗതം സാറിനെ ഒന്ന് വിളിച്ച് പറഞ്ഞാലോ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ? വേണോ? ഗൗതം സാറിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഗൗതം സാറിന് ചിലപ്പോൾ ഭയക്കും. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ പോയെന്ന് ചോദിച്ചാൽ പിന്നെ അതിന്റെ പേരിലായിരിക്കും വഴക്ക്. പാവത്തിന് അവിടെ ഒരു മനസമാധാനം കിട്ടത്തില്ല. അതിന്റെ സമാധാനം കൂടെ താൻ കളയണോ എന്നൊരു ചിന്ത നന്ദയുടെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ വേണ്ട എന്ന് ഓർക്കുവാണ്. ഈ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഗൗതം സാർ എന്ത് വിചാരിക്കും? അച്ഛനെ കുറിച്ചും ഇതും കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പറയാനും നന്ദയ്ക്കൊരു മടി. എങ്ങനെ പറയും? കാരണം സ്വന്തം മോനാ. അപ്പൊ അച്ഛനെ സംശയമുണ്ട്, അച്ഛൻ ഇങ്ങനെ വീട്ടിൽ പോകുന്നതാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം സാറിന്റെ പ്രതികരണം എന്തായിരിക്കും? അത് പറയാനും പറ്റില്ല. അത് വേണ്ട, അത് സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം അറിഞ്ഞിട്ട് മാത്രം പറയാം. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കേണ്ടതെന്ന് നന്ദ വിചാരിക്കുകയാണ്. പിന്നീട് നന്ദ മൂടിപ്പതിച്ച് കിടക്കുക. അതിനുശേഷം ലക്ഷ്മിയമ്മയും മോഹിനിയും പവിത്ര എല്ലാവരും കൂടെ
പുറത്ത് പോകാനായിട്ട് റെഡിയാവുമായിരുന്നു. ഈ സമയത്ത് നന്ദേനെ വന്ന് വിളിക്കാനായിട്ട് അങ്ങോട്ട് വരുവാണ്. പവിത്ര ഭയങ്കര ത്രില്ലായിരുന്നു. പുറത്ത് പോയി കാഴ്ചകൾ കാണാൻ പവിത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലക്ഷ്മിയമ്മ വന്നിട്ട് വിളിച്ചു, നന്ദമോളെ നീ വരുന്നില്ലേ? ഇതേ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നു. ഞാൻ വരുന്നില്ല ലക്ഷ്മിയമ്മ എന്ന് പറഞ്ഞു. അതെന്താ മോളെ, അതെന്ത് പറ്റിയെന്ന് ചോദിക്കണം. എനിക്ക് എന്താണെന്ന് അറിയില്ല, നല്ല തലവേദനയുണ്ട്, ക്ലൈമറ്റ് മാറിയേൻ്റെയാണെന്ന് തോന്നുന്നതെന്ന് പറയണത്. ചുട്ടു നോക്കിയിട്ട് അധികം ചൂടൊന്നും കാണുന്നില്ലല്ലോ. ഓ ഉണ്ട് ലക്ഷ്മിയമ്മ, നല്ല തലവേദനയുണ്ട്, പനിക്കാനാന്ന് തോന്നുന്നത്. പിന്നെ എനിക്ക് നടക്കാനും വയ്യാന്ന് പറയണേ. നിങ്ങൾ പോയിട്ട് വരാൻ പറയാം. എന്തായാലും മോൾ ഒറ്റയ്ക്ക് ഇവിടെ മോളെ ആക്കിയിട്ട് ഞാൻ എങ്ങനെയാ പോകുന്നത്? ഒരു കാര്യം ചെയ്യാം, അവര് പോയിട്ട് വരട്ടെ, ഞാൻ ഇവിടെ ഇരുന്നാൾ മോൾക്ക് കൂട്ടിരുന്നോളാന്ന് പറയാം. ഏയ് അത് വേണ്ട, അമ്മ പൊക്കോ, എനിക്കൊരു പ്രശ്നമില്ല. എന്തേലും ഉണ്ട് ഞാൻ അപ്പോൾ ഫോൺ എടുത്ത് വിളിക്കൂലേ. ലക്ഷ്മിയമ്മയ്ക്ക് ഭയമായിരുന്നു, ഇനി ആ ബാലാജി എങ്ങാനും വരുമോ. എന്നാലും മോളെ, അയാളെ പോയിട്ട് ഗുണ്ടയിലൂടെ വെലസ് നടക്കുമ്പോൾ നിന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നേ. നിന്നെ ഇവിടെ ഇരുത്തിയിട്ട് പോകണമെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ലെന്ന് പറയാം. നന്ദ പറഞ്ഞു, അമ്മ എന്തിനെങ്ങനെ കുഞ്ഞു പിള്ളേരെ പോലെ പേടിക്കണേ? ഒന്ന് പോകാവോ? വെറുതെ എന്തിനാ അമ്മ ഇങ്ങനെ നിൽക്കണമെന്നൊക്കെ ചോദിച്ചോണ്ട് നന്ദ ദേഷ്യപ്പെടുവാണ് ലക്ഷ്മി അമ്മയോട്. ശരി ശരി, അതെ നോക്കിയിരുന്നോളാം. മോൾക്ക് ഇനിയിപ്പോൾ ചുക്ക് കാപ്പി എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വെച്ച് തരട്ടേന്ന് ചോദിക്കാം. വേണ്ട, അമ്മ ഒന്ന് പൊക്കോളാൻ പറയാണ്. പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നന്ദയ്ക്കൊരു സമാധാനമായത്. ഇനിയും ഇതിനെ വിളിക്കണം എന്നോർത്ത് എല്ലാവരും ഇറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നന്ദ മിഥുനെ വിളിക്കുകയാണ്. നന്ദ മിഥുനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. എന്നിട്ട് അവനോട് ബൈക്കും കൂടി വരാൻ പറഞ്ഞു വീട്ടിലേക്ക് പോകാനായിട്ട്. ഈ സമയത്ത് പിങ്കി മോഹിനി ലക്ഷ്മിയമ്മയൊക്കെ കൊണ്ട് പോവായിരുന്നു. അതിന് പോകുന്ന വഴിക്ക് ഒരു വലിയ പാറയുടെ മോളൊക്കെ ഉണ്ട്. അവിടെ കയറി നിന്നിട്ട് പിങ്കി ഇങ്ങനെ ആലോചിച്ചു, നന്ദ എന്തായിരിക്കും വരാത്തെ? അവള് പനിയാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവളോട് നിൽക്കുന്നതിൽ എന്തെങ്കിലും തന്ത്രം കാണുമോ? ഒരു പക്ഷെ ബാലാജി അവനെ നന്ദയുടെ ഏറ്റവും വലിയ ഇപ്പൊ ശത്രു. അവൻ വിചാരിച്ച എന്തും നടക്കും. തന്റെ ശത്രുവിനെ തനിക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമാണെന്നൊക്കെ പിങ്കി മനസ്സിൽ കരുതുന്നുണ്ട്. പക്ഷെ എങ്ങനെ സാധിക്കും? ബാലാജിനെ കണ്ടുമുട്ടുവാണെങ്കിൽ നന്ദിക്കൊരു പണി കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ചിന്തയും പിങ്കിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ഇതിനു മുമ്പ് പലതും ചെയ്യാൻ നോക്കിയതാ, പക്ഷെ അതൊന്നും നടന്നില്ല. ഈ നന്ദയ്ക്ക് എന്തെങ്കിലും കള്ളത്തരം ഉള്ളതുകൊണ്ടാണ് അവള് പമ്മി കൂടി ഇരിക്കണേ. അതൊക്കെയാണ്, അവളെ ആയിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അവൾ എന്തും ചെയ്യാൻ മടിക്കാത്തവളാ. അങ്ങനെയൊക്കെ ഓർക്കുന്നുണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ മഹേശൻ വല്യച്ഛൻ എന്തോ ഒരു തന്ത്രങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ എസ്റ്റേറ്റ് കാണിക്കാൻ കൊണ്ടുവരാനെന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് എസ്റ്റേറ്റിലേക്ക് പോയിട്ടില്ല. അതിനർത്ഥം ഇവിടെ എന്തൊക്കെ ഒരു ചുറ്റിക്കളി ഉണ്ടെന്നല്ലേ. അതെന്താണെങ്കിലും കണ്ടുപിടിച്ചാൽ മതിയുള്ളൂ, പോകുന്നതിന് മുമ്പ് തന്നെ എന്നൊക്കെ പിങ്കിയുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന മിഥുൻ വരുവാണ് നന്ദയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട്. അങ്ങനെ മിഥുന്റെ ബൈക്കിൽ കയറി നന്ദ പോവാണ് ഗാഥയുടെ വീട്ടിലേക്ക്. ആ ഗാഥനെ കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ അറിയാനായിട്ടാണ് പോകുന്നത്. അവിടെ ചെല്ലണം, അവൾക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കണം. പക്ഷെ മിഥുന് പോകുന്ന വഴിക്ക് മിഥുന് നന്ദയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നന്ദ അങ്ങോട്ട് പോകുന്ന റിസ്ക് ആട്ടോ. കാരണം ഇന്ത്യ വരുത്തുന്ന ഒരാൾ അങ്ങോട്ട് ചെന്നേന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വെറുതെ വിടാൻ പോകുന്നില്ല. കാരണം അത്രയ്ക്ക് ശത്രുതയാന്ന് പറയാണ്. പക്ഷെ അതിന് അർത്ഥം നന്ദയ്ക്ക് എന്താണെന്ന് മനസ്സിലായില്ല. നന്ദ ചോദിക്കുന്നുണ്ട്, അതെന്താ മിഥുനെ അങ്ങനെ പറഞ്ഞേ? നമുക്കങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഇടമല്ല അതെന്ന് പറയാണ്. നീ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അവിടെ കയറി ചെല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് നീ സൂക്ഷിക്കണം എന്നൊക്കെ നന്ദയോടും ഇതും പറയുകയാണ്. അപ്പൊ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദ പറഞ്ഞു, എന്താണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഗാഥയുടെ അടുത്ത് എത്തണം, ഗാഥനെ എനിക്ക് കാണണം എന്ന് പറയാണ്. അപ്പൊ അങ്ങനെ ഗാഥയുടെ അടുത്തേക്ക് മിഥുനെ നിർബന്ധിച്ച് നന്ദ കൂട്ടിക്കൊണ്ട് പോവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷങ്ങളോടെ നാളെ രാവിലെ തന്നെ വരും. മറക്കാതെ എല്ലാവരും കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.